പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വീണ്ടും ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. 200-ൽ അധികം വേക്കൻസി ഉണ്ട്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം, വനിതകൾക്കും അപേക്ഷിക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ആദ്യം ഓരോ എയർഫോഴ്സ് സ്റ്റേഷനും അവിടുത്തെ വേക്കൻസിയും നോക്കാം. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എയർഫോഴ്സ് സ്റ്റേഷൻ നാഗ്പൂരിലേക്കാണ്. കുക്ക്, MDS തുടങ്ങിയ തസ്തികയുണ്ട്. എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂരിലേക്ക് തന്നെ AOCയിലേക്ക് ലോണ്ട്രിമാൻ എന്ന പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട്. എയർഫോഴ്സ് സ്റ്റേഷൻ ബേസ് റിപ്പയർ ഡീപ്പോട്ട് കാൺപൂരിലേക്ക് SK, AC മെക്ക്, കാർപ്പൻറ്റർ, MDS തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. ബേസ് റിപ്പയർ ഡീപ്പോട്ട് ചണ്ഡീഗഡിലേക്ക് സ്റ്റോർ, അതുപോലെ കാർപ്പൻറ്റർ, പെയിൻറ്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബേസ് റിപ്പയർ ഡീപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂരിലേക്ക് കാർപ്പൻറ്റർ, ഫിറ്റർ തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. COയിലേക്കാണ് കാൺപൂരിലെ. അടുത്തത് AOC ബേസ് റിപ്പയർ ഡീപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ കോയമ്പത്തൂരിലേക്ക് തമിഴ്നാട്ടിലേക്ക് LDC, കുക്ക്, AC മെക്ക്, കാർപ്പൻറ്റർ, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് 8 ബേസ് റിപ്പയർ ഡീപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ അവധിയിലേക്ക് ചെന്നൈയിലേക്ക് MDS തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. AOC ബേസ് റിപ്പയർ ഡീപ്പോട്ട് എയർഫോഴ്സ് ഓപ്പോസിറ്റ് മെല്ലോ പെട്രോൾ പമ്പ് നഗർ റോഡിലേക്ക് MDS തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. AOC ബേസ് റിപ്പയർ ഡീപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ നാസിക്കിലേക്ക് ലോണ്ട്രിമാൻ എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. AOC എയർഫോഴ്സ് സ്റ്റേഷൻ ന്യൂഡൽഹിയിലേക്ക് കുക്ക്, പെയിൻറ്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബേസ് റിപ്പയർ ഡീപ്പോട്ട് ഗുവാഹത്തിയിലേക്ക് സ്റ്റോർ, കുക്ക് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. അടുത്തത് പാളയം ഡൽഹി കണ്ടെയ്ൻമെൻറ്റിലേക്ക് ടൈലർ എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ അവധി ചെന്നൈയിലേക്ക് AOCയിലേക്ക് സ്റ്റോർ കീപ്പർ, LDC, മെസ് സ്റ്റാഫ്, MDS തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. അടുത്തത് AOC അലഹബാദിലേക്ക് സ്റ്റോർ കീപ്പർ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് AOC എക്യുപ്മെൻറ്റ് ഡീപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ നാസിക്കിലേക്ക് സ്റ്റോർ കീപ്പർ, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി ഉണ്ട്. AOC ബാംഗ്ലൂരിലേക്ക് സ്റ്റോർ കീപ്പർ, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് CO എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂരിലേക്ക് സ്റ്റോർ എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ ഹരിയാനയിലേക്ക് ട്രേഡ്സ്മാൻ മേറ്റ്, MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ ആസാമിലേക്ക് സ്റ്റോർ, കുക്ക്, സഫായി വാല തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ അസാമിലേക്ക് തന്നെ CO കമാൻഡിംഗ് ഓഫീസിലേക്ക് കുക്ക് എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി. അടുത്തത് ആസാമിലേക്ക് എയർഫോഴ്സ് സ്റ്റേഷൻ ആസാമിലേക്കാണ് വീണ്ടും കുക്ക് എന്ന തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അടുത്തത് എയർ ഓഫീസർ കമാൻഡിംഗ് ആസാമിലേക്ക് കുക്ക്, മെസ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി. അടുത്തത് എയർ ഫോഴ്സ് സ്റ്റേഷൻ ALG സിറോയിലേക്ക് ആസാമിലേക്ക് തന്നെ കുക്ക്, മെസ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതും ആസാമിലെ എയർ കമാൻഡിംഗ് ഓഫീസർ സ്റ്റേഷനിലേക്ക് സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലേക്ക് വേക്കൻസി. എയർ ഓഫീസർ കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ഹോസ്പിറ്റലിലേക്ക് MDS എന്ന തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അടുത്തത് ഈസ്റ്റേൺ എയർ കമാൻഡ് ഷില്ലോങ്ങിലേക്ക് സ്റ്റോർ, ഹിന്ദി ടൈപ്പിസ്റ്റ് SKS എന്ന തസ്തികയിലേക്ക് സഫായി വാല എന്ന തസ്തികയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് പൂനെയിലേക്ക് MDS, അതുപോലെ തന്നെ ജോധ്പൂരിലേക്ക് കാർപ്പൻറ്റർ എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് IAFൻ്റെ എയർഫോഴ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റിലേക്ക് MDS എന്ന തസ്തികയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വമ്പൻ റിക്രൂട്ട്മെൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. 200-ലധികം വേക്കൻസി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഓരോ എയർഫോഴ്സ് കമാൻഡിങ്ങിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നല്ലൊരു അവസരമാണ്. നമുക്ക് ഈ തസ്തികയിലേക്കുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഏജ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് അൺറിസർവ്ഡിനും 28 വയസ്സ് OBCക്കും 30 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. സ്റ്റോറിലേക്കുള്ള ഗ്രാജുവേഷനാണ് യോഗ്യത. ലെവൽ 4 പേ സ്കെയിലാണ്. അലവൻസും ലഭിക്കുന്നതാണ്. സ്ഥിര ജോലിയാണെല്ലാം. അടുത്ത ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. +2 ആണ് യോഗ്യത. സ്റ്റോർ കീപ്പർ +2 ആണ് യോഗ്യത. കുക്ക് 10ാം ക്ലാസ് ആണ് യോഗ്യത. പെയിൻറ്റർ 10ാം ക്ലാസ് ആണ് യോഗ്യത. കാർപ്പൻറ്റർ 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കോപ്പർ സ്മിത്ത് 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. AC മെക്ക് 10ാം ക്ലാസ്സും അതിന് ട്രേഡ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫിറ്റർ 10ാം ക്ലാസ്സും ട്രേഡ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ലോണ്ട്രിമാൻ 10ാം ക്ലാസ്സാണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഡിസർവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിലും അപേക്ഷിക്കാം. മെസ് സ്റ്റാഫ് 10ാം ക്ലാസ്സാണ് യോഗ്യത. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതും 10ാം ക്ലാസ് തന്നെ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് ടൈലറാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യത. ട്രേഡ്സ്മാൻ മേറ്റ് 10ാം ക്ലാസ്സാണ് യോഗ്യത. ഹിന്ദി ടൈപ്പിസ്റ്റ് +2 ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് അപേക്ഷ അയക്കുന്നത് ഓഫ്ലൈൻ വഴിയാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെയും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഫ്രണ്ട്സ്, ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സ്റ്റാർട്ടാകുന്നത് 7 ഓഗസ്റ്റ് മുതൽ നമുക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷ ഇരിക്കുന്ന അവസാന തീയതി
5 സെപ്റ്റംബർ വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെൻറ്റിലേക്ക് എക്സാമിനേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ഫ്രണ്ട്സ്, അപേക്ഷിക്കുന്ന കൂട്ടെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, വീഡിയോ ഉപകാരപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.